നമസ്കാരം. ശബരിമലയിൽ മോദി ഇറങ്ങി. അവസാനം ആ മന്ത്രിയെ തൂക്കി. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിരോധം തീർത്തുകൊണ്ട് മോദിയുടെ പട തന്നെ ശബരിമലയിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ തൻ്റെ സൈന്യത്തെ, തൻ്റെ പടയെ പുറത്തിറക്കുകയാണ് നരേന്ദ്രമോദി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇ ഡി രംഗത്തെത്തുമ്പോൾ തന്നെ അതൊരു വലിയ തുടക്കമാണ്. എ പത്മകുമാറും എൻ ബാസുവും അടക്കമുള്ള പ്രതികളുടെ വീടുകളിലടക്കം ഇന്ന് നടന്ന പരിശോധന, കേസുമായി ബന്ധമുള്ള 21 ഇടങ്ങളിൽ നടന്ന റെയ്ഡ്, ഇതൊക്കെ നൽകുന്ന സൂചന എന്ന് പറയപ്പെടുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വളരെ കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലാണ്, നരേന്ദ്രമോദിയുടെ ഇടപെടലാണ്. മാത്രമല്ല, വരവിൽ കവിഞ്ഞ സമ്പാദ്യം കണ്ടെത്തിക്കഴിഞ്ഞാൽ അക്കൗണ്ട് മരവിപ്പിക്കൽ നടപടികൾക്കടക്കം ഇ ഡി തയ്യാറെടുക്കുന്നു. ഇ ഡി SIT സംഘം സന്നിധാനത്ത് പരിശോധന നടത്തവേ തന്നെയാണ് ഇ ഡി സംഘവും അവിടെ എത്തി പരിശോധന നടത്തിയത് എന്നുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ട് ഇ ഡി രംഗത്തെത്തപ്പെടുമ്പോൾ അത് മറ്റൊരു തരത്തിലേക്ക് കേസിനെ കൊണ്ടുപോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നേരത്തെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അടക്കം ചുമത്തി കേസെടുത്ത ഇ ഡി വ്യാപകമായിട്ടുള്ള പരിശോധനയുമായിട്ടാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. CPI നേതാക്കളായിട്ടുള്ള എ പത്മകുമാറും വാസുവും മുരാരി ബാബുവും അടക്കമുള്ളവരുടെ വസതികളിൽ ഇ ഡി സംഘം പരിശോധന നടത്തി. കേരളവും കർണാടകയും അടക്കം 21 ഇടങ്ങളിൽ ഇ ഡിയുടെ പരിശോധന നടന്നു. മാത്രമല്ല, കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പൊറ്റി, സ്വർണ്ണപ്പാളികൾ ഉരുക്കിക്കടത്താൻ സഹായിച്ച സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, കടത്തിയ സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവർ തമ്മിലുള്ള ഇടപാട്, ഇതൊക്കെയാണ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചത്. ക്രിമിനൽ കേസുകൾ അന്വേഷിക്കുവാൻ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നതിന് സമാനമായിട്ടുള്ള നടപടിയാണ് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യുന്നത്, അതായത് ECIR രജിസ്റ്റർ ചെയ്യുക. കള്ളപ്പണം എവിടെ നിന്നാണ്, എവിടെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന ചോദ്യങ്ങൾക്കായിട്ട് പ്രതികളെ ചോദ്യം ചെയ്യും. റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാർ അടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പട്ടികയിലുള്ള മുഴുവൻ പ്രതികളെയും ചോദ്യം ചെയ്യുവാനുള്ള നീക്കത്തിലാണ് ഇ ഡി. അപ്പോൾ ഇ ഡി കൊച്ചി യൂണിറ്റിലെ അഡീഷണൽ ഡയറക്ടർ രാകേഷ് കുമാറിന്റെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അന്വേഷണത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് കണ്ടെത്തിക്കഴിഞ്ഞാൽ സ്വത്ത് മരവിപ്പിക്കൽ നടപടികളിലേക്ക് അടക്കം ഇ ഡി സംഘം നീങ്ങും. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം സന്നിധാനത്ത് പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഇതിന് പിന്നാലെ ഇ ഡി അടക്കം കളത്തിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കേസിലെ ഗൂഢാലോചനയും സ്വർണം കടത്തിയ രീതിയും സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് SIT സംഘത്തിന്റെ സന്ദർശനം. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ശ്രീകോവിലിനുള്ളിലും പരിസരത്തും സംഘം വിശദമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തുകയും ചെയ്യും. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ പരിശോധന നടത്തിയ VSSCയിലെ ശാസ്ത്രജ്ഞരെയും പ്രത്യേക അന്വേഷണ സംഘം ഉടനെ കാണും. ശാസ്ത്രീയ പരിശോധനയിലെ വിവരങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. 1998 സ്വർണ്ണപ്പാളികളും പിന്നീട് പ്ലേറ്റിംഗ് നടത്തിയതിനു ശേഷമുള്ള പാളികളും തമ്മിൽ പ്രകടമായിട്ടുള്ള വ്യത്യാസം കണ്ടെത്തിയിട്ടുണ്ട്. ഏത് തരത്തിലുള്ള അട്ടിമറി നടന്നിട്ടുള്ളത് എന്ന് സംഘം പരിശോധിക്കും. കഴിഞ്ഞ വർഷം മെയ് 17, 18 തീയതികളിൽ ആയിരുന്നു സന്നിധാനത്ത് SIT ഈ പാളികളിലെ സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി, വാജിവാഹനം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം എല്ലാ മേഖലയിലേക്കും വ്യാപിപ്പിക്കണം എന്നതാണ് കോടതിയുടെ നിർദ്ദേശം. കഴിഞ്ഞ 2 തവണത്തെ പിണറായി സർക്കാരുകൾ, അതിനു മുന്നേയുള്ള VS, അതിനു മുൻപേയുള്ള ഉമ്മൻചാണ്ടി സർക്കാർ എന്നിങ്ങനെ 4 സർക്കാരുകളുടെ കാലയളവിലുള്ള ഭരണസമിതിയുടെ ഇടപാടുകളെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം വിപുലീകരിക്കുവാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയപ്പെടുന്നത്. ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും കൊണ്ടുപോയി സ്വർണം തട്ടിയെടുത്തു എന്ന നിരീക്ഷണമാണ് കോടതി പങ്കുവെക്കുന്നത്. 1998 വിജയ് മല്യയുടെ നേതൃത്വത്തിലുള്ള UP ഗ്രൂപ്പ് ഇതിൽ സ്വർണം പൂശിയത്. 2019 ആദ്യമായിട്ട് ഇവ പുറത്തു കൊണ്ടുപോകുന്നത്. അറ്റകുറ്റപ്പണിക്ക് ശേഷം അത് തിരികെ കൊണ്ടുവന്ന സ്വർണം 2025 വീണ്ടും പുറത്തു കൊണ്ടുപോയി. 2 തവണകളായിട്ട് ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും പുറത്തു കൊണ്ടുപോയി എന്നുള്ളതാണ് വാദം. 2017 പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്തുള്ള കൊടിമരത്തിന്റെ പുനർനിർമ്മാണവും വാജിവാഹനവും കൈമാറ്റം ചെയ്ത സംഭവത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുവാനുള്ള നിർദ്ദേശവും ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. അതുപോലെ PS പ്രശാന്ത് പ്രസിഡന്റായിരുന്ന കാലത്തെ കൂടിയുള്ള അന്വേഷണം, അതും അന്വേഷണം നടത്തണമെന്നാണ് കോടതി പറയുന്നത്. അതേസമയം
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി വിശദമായിട്ടുള്ള വാദം ഇന്ന് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ദ്വാരപാലക ശില്പക്കേസിൽ അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. വിശദമായ വാദം കേട്ട ശേഷം ജാമ്യം അനുവദിക്കുന്ന കാര്യത്തിൽ കോടതി അന്തിമ തീരുമാനമെടുക്കും. നേരത്തെ പോറ്റി നൽകിയ 2 ജാമ്യ ഹർജികളിലും വിജിലൻസ് കോടതി തള്ളുകയായിരുന്നു. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള ശ്രീകുമാറിനായിട്ടുള്ള SITയുടെ കസ്റ്റഡി അപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. മാത്രമല്ല ദേവസ്വം ബോർഡ് മുൻ മെമ്പറും CPM പ്രതിനിധിയായിട്ടുള്ള വിജയകുമാറിന്റെ ജാമ്യാപേക്ഷ അടക്കം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 5 പേർ കൂടി നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ദ്വാരപാലക കേസിൽ 3 പേരും കട്ടളപ്പാളി കേസിൽ 2 പേരുമാണ് നിരീക്ഷണത്തിലുള്ളത്. അപ്പോൾ ഇവരുടെ പങ്കിനെ കുറിച്ച് വിശദമായിട്ട് പരിശോധിച്ചു വരികയാണ് എന്ന്, നിലവിൽ ശേഖരിച്ച തെളിവുകൾ ഇവർക്കെതിരാണ് എന്നും SIT അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വർണ്ണക്കൊള്ള കേസിൽ കൂടുതൽ ഇനി അറസ്റ്റുകൾ ഉണ്ടാകാൻ പോകുന്നു. ഇതാണ് SIT നൽകുന്ന സൂചന. അപ്പോൾ ഇവിടെ കേന്ദ്രസേനയുടെ ഇടപെടൽ എന്ന് പറയപ്പെടുന്നത് മുൻ മന്ത്രിമാരെ അടക്കം തൂക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ള മുൻ പ്രസിഡന്റുമാർ, മുൻ മന്ത്രിമാർ അടക്കമുള്ളവരെ തൂക്കി അകത്താക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ പ്രത്യേക സാഹചര്യത്തിൽ ശബരിമലയിൽ മോദിയുടെ പട തന്നെ ഇറങ്ങിയത് എന്നുള്ളതാണ്. EDയുടെ വരവും EDയുടെ അന്വേഷണവും വളരെ കൃത്യമായി നടക്കുകയാണ് എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇതിനു മുൻപ് ആരാണോ ഭരിച്ചിരുന്ന മന്ത്രി, ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രി, ആ മന്ത്രിയെ ഇവർ തൂക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല ശബരിമലയിൽ മോദിയുടെ പട ഇറങ്ങിയിരിക്കുന്നത് തന്നെ വളരെ കൃത്യമായിട്ടുള്ള സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ ഇനിയും മന്ത്രി മാത്രമല്ല, ഇനിയും തൂങ്ങാൻ അനവധി ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ 3-4 പേർ കൂടി അകത്താകേണ്ടതുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ശബരിമലയിൽ നിന്നുള്ള ഏറ്റവും വലിയ വിവരങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഇത് മാത്രമല്ല, ഒപ്പം സ്വർണ്ണക്കൊള്ള കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി അറസ്റ്റിലാകാനുള്ളവർ, കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ അറസ്റ്റിലായവരല്ല, ഇനി അറസ്റ്റിലാകാനുള്ളവർ എന്ന് പറയപ്പെടുന്നത് ഇതിന്റെ താക്കോൽ സ്ഥാനത്തുള്ളവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായിട്ടുള്ള അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും മുൻ മന്ത്രിയടക്കം തൂക്കുക.